സഹായിച്ചിട്ടുള്ള ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം അതിന്റെ 12 വാക്യം. സദൃശ്യവാക്യങ്ങൾ 14:12 ഇങ്ങനെ വായിക്കുന്നു: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. അത് TPT ട്രാൻസ്ലേഷനിൽ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട്. ഇങ്ങനെ വായിക്കുന്നത്: യു ക്യാൻ റേഷണലൈസ് it all you want and justify the path of error you have chosen, but you will find out in the end that you took the road to destruction. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു മോഡേൺ ആത്മീയ ജീവിതത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കോംപ്രമൈസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് കോംപ്രമൈസുകൾ. അതായത് ഹല്ലേലൂയ, ഒരു കാലത്ത് പിന്നോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ അത് നോ എന്നും വിലക്കിയിരുന്നതും പാപമെന്ന് പറയുന്നതെല്ലാം ഇതിനൊരു ട്രെൻഡ് ലാംഗ്വേജ് കൊണ്ട് പൊതിഞ്ഞിട്ട് ഈ ആധുനിക ആത്മീയ ലോകത്തിൽ അതൊന്നും ഒരു എന്താ പറയുക, ഒരു വിലക്കില്ലാത്ത ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും. ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നമ്മൾ ഓരോരുത്തരെ നോക്കി കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാനാ പറഞ്ഞത്. ഒരിക്കലും നമ്മളെ ഫോളോ ചെയ്യാൻ, നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ കർത്താവ് എവിടെയും പറഞ്ഞിട്ടില്ല, അല്ലേ? പക്ഷെ മോഡേൺ വേൾഡ്, ഈ ലോകം നമ്മളോട് പറയുന്നത് ബി യുവർ സെൽഫ്. പലരും പറയുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് വന്നിരുന്ന് അവരിങ്ങനെ ജസ്റ്റിഫൈ ചെയ്ത് അവരുടെ പാർട്ടിനെ, എൻ്റെ പാട്ട് കേൾക്കണമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ചില മണ്ടത്തരങ്ങൾ, പൊളിഷ്നെസ്സസ് ഒക്കെ ആയിരിക്കാം, ഒരു ഇമോഷണൽ ഔട്ട് ബേഴ്സിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങളായിരിക്കാം. അപ്പൊ പറയുന്നത് ഇതെന്റെ സ്പേസ്. ഇന്ന് എല്ലാവർക്കും അവരുടെ സ്പേസ് ആണുള്ളത്. എൻ്റെ സ്പേസ്, എൻ്റെ സ്പേസ്, എൻ്റെ സ്പേസിൽ എനിക്ക് എന്തും ചെയ്യാം, എന്തും പറയാം, എൻ്റെ ഇമോഷനൊന്നും നിയന്ത്രിക്കാതെ എനിക്ക് എന്ത് വേണേലും ചെയ്യാം എന്നൊരു തലത്തിലോട്ട് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മൈ പേഴ്സണൽ സ്പേസ്, അല്ലെങ്കിൽ ഞാൻ എന്താണോ അതാ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ എന്താണോ അതാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് ശരിക്കും തിയോളജിക്കലി നോക്കുമ്പോൾ ദൈവവചനത്തിന് വളരെ വിപരീതമായൊരു കാര്യമായത്. കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. നമ്മൾ ഒരിക്കൽ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമ്മൾ പുതിയ മനുഷ്യനാണ്. പിന്നെ പഴയ മനുഷ്യനെ ഓരോ ദിവസവും മരിപ്പിച്ചുകൊണ്ടിരിക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷനെയും നമ്മുടെ ഓരോ ഇമ്പൾസിനെ വരെ ക്രിസ്തുവിൽ എന്താ പറയുക, എഡിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് ആ പുതിയ മനുഷ്യനെ മാത്രം എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. അത് എന്ത് പറഞ്ഞാൽ പഴയ മനുഷ്യൻ ഇല്ല എന്നല്ല, പഴയ മനുഷ്യൻ ഓൾറെഡി അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പുതിയ മനുഷ്യനായിരിക്കും, ക്രിസ്തു ആയിരിക്കണം. അത് പക്ഷേ ഈ ലോകത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല, കയ്യടി കിട്ടിയെന്നിരിക്കത്തില്ല. നമ്മൾ വട്ടനാ, പൊട്ടനാ, അല്ലെങ്കിൽ പൊട്ടിയാവാ എന്നൊക്കെ കേൾക്കേണ്ട വരും. ബട്ട് കർത്താവിന് അതായിരിക്കും അക്സെപ്റ്റബിൾ. കാരണം വചനം അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ അല്ലെങ്കിൽ സമൂഹം അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കത്തില്ല. പക്ഷെ ദൈവവചനം ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്യാനാണ്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, എല്ലാം എനിക്ക് പ്രയോജനം, ഞാൻ എല്ലാത്തിനും എന്താ പറയുക, അങ്ങനൊരു വചനം പൗലോസ് പറയുന്നുണ്ട്. എവിടെയാണെന്ന് എനിക്ക് കിട്ടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ലോസിനെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, ഞാൻ എല്ലാത്തിനും അധീനനാണ്, പക്ഷെ എല്ലാം എനിക്ക് പ്രയോജനമുള്ളതല്ല. ഞാൻ എല്ലാത്തിനും അനുബന്ധിതനാണ്, പക്ഷെ എല്ലാം എനിക്ക് പ്രയോജനമുള്ളതല്ല. സോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ വചനം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ഇമോഷൻസ് ഉണ്ട്, നമ്മൾ നിയന്ത്രിക്കാൻ കഴിയാത്ത. പക്ഷെ ക്രിസ്തുവിന്റെ വചനത്തിൽ അതിനെ നിയന്ത്രിക്കുമ്പോഴാണ് നമ്മളെ യഥാർത്ഥ ആത്മീയ പക്വത വെളിപ്പെടുന്നത്. സ്തോത്രം. എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതിലല്ല. ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ സംസാരം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പഴയ മനുഷ്യനാണ് കാണിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിന്റെ വചനത്താൽ നമ്മൾ പുതുക്കപ്പെട്ട് ക്രിസ്തുവിൽ നമ്മൾ പുതുതായി ജനിക്കപ്പെടുമ്പോൾ അതങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വചനം അനുവദിക്കുന്നില്ല. ക്രിസ്തു എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാബിറ്റിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ എക്സ്പ്രഷൻസിൽ, അതിപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോടായിക്കോട്ടെ, നമ്മുടെ സ്പൗസിനോടായിക്കോട്ടെ, ഈവൻ നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ കൊളീഗ്സിനോടായിക്കോട്ടെ, ആരോടാണെങ്കിലും
നമ്മുടെ വാക്കുകളിലൂടെ ക്രിസ്തുവിനെ എക്സ്പ്രസ് ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതൊരു ചില ഓർമ്മപ്പെടുത്തലുകളാട്ടോ. ഹാലേലൂയ, ഹാലേലൂയ, സ്തോത്രം. കാരണം ചെറിയ ചെറിയ ചില കാര്യങ്ങളിലുള്ള നമ്മുടെ ചില എടുത്തുചാട്ടങ്ങളോ ചില സംസാരങ്ങളോ ഒക്കെ ആയിരിക്കാം വലിയ പ്രശ്നങ്ങളിലോട്ട് നാളെ നമ്മെ കൊണ്ടുവന്നിടുന്നത്. സ്തോത്രം. കാര്യം നമ്മൾ വായിച്ച വചനം അങ്ങനെയാ പറയുന്നത്. മനുഷ്യന് ശരിയെന്ന് തോന്നുന്ന ഒരു വഴിയുണ്ട്, ഒരു പാത്തുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ അതിന്റെ അവസാനം മരണ വഴിയാണ്. മനുഷ്യന് ശരിയെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ജഡത്തെ അവിടെ കാണിക്കുന്നത്. അത് ഡിവൈൻ വിസ്റ്റത്തിൽ അത് ശരിയല്ല. ഡിവൈൻ വിസ്റ്റം എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഗോഡ് ആണ്, ദൈവത്തോടുള്ള ഭയമാണ്. ദൈവത്തോടുള്ള ഭയത്തിന് വരുമ്പോൾ ഇതിന് സ്ഥാനമില്ല. മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഡിവൈൻ വിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിയർ ഓഫ് ഗോഡ്. കർത്താവിനുള്ള ഭയമാണ്, ദൈവത്തോടുള്ള ഭയമാണ്, ദൈവവചനത്തോടുള്ള അനുസരണമാണ്. അവിടെ നമ്മളുടെ ശരികളെല്ലാം തെറ്റായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ ട്രെൻഡിങ് ആയിട്ട് ഉപയോഗിക്കുന്ന പല ശരികളും പല ലാംഗ്വേജുകളും ദൈവവചനത്തോട് നമ്മൾ തുല്യതപ്പെടുത്തുമ്പോൾ തെറ്റാണ്. അബ്സല്യൂട്ട്ലി റോങ് ആയിട്ടാണ് വരിക അവിടെ. എന്നാൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ വരെ ഞാൻ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർ അങ്ങനെയാകുമ്പോൾ അതുപോലെ നിൽക്കാനായിട്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. 1000-ൽ ഒരുവനായിട്ട് നിൽക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വചനം നമ്മളോട് പറയുക. സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ഹല്ലേലൂയ, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇത് വായിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൂടെ എക്സ്പ്രസ് ചെയ്യേണ്ട സമയങ്ങളിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത് തന്നെയാണ്. സ്തോത്രം. ചില വാക്യങ്ങൾ കൂടെ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കൊലോസ്യർക്കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളഞ്ഞു അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യൻ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരുകി കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. കണ്ടോ? സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇപ്പൊ നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞു വന്നില്ല, നമുക്ക് ഈസി ആയിട്ട് പറയാം, ഞാൻ എന്നെ തന്നെ കാണിക്കുന്നു, ഇതാണ് ഞാൻ, ഇതാണ് ഞാൻ. പക്ഷെ അത് കേൾക്കാൻ ലോകം ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ക്രിസ്തുവിനെ കാണിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിസ്സാരമായ നമ്മുടെ ചില ദേഷ്യങ്ങളെ, നമ്മുടെ ചില വാശികളെ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഈർഷ്യകളെ, വായിൽ നിന്ന് വരുന്ന ഈ ലോകത്തിൻ്റെതായ ചില ലാംഗ്വേജുകളെ, ദുർഭാഷണങ്ങൾ എന്ന് പറയുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള ഫിൽത്തി ലാംഗ്വേജസ് എല്ലാത്തിനെയും കർത്താവിന്റെ നാമത്തിൽ ഉപേക്ഷിക്കുവാൻ, അതിന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളയാനാ പറഞ്ഞത്. പഴയ മനുഷ്യനെ അതിന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുക, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ഈ പകൽ കാലം നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ ചില തീരുമാനങ്ങളിലോട്ട് കർത്താവിന്റെ ആത്മാവ് നമ്മെ നടത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കാരണം അത് ഞാനിത് പറയുമ്പോൾ സ്തോത്ര ദൈവമക്കളെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് എനിക്ക് ആ ഒരു മേഖലയിൽ, ആ ഒരു ഏരിയയിൽ വ്യക്തമായൊരു അലേർട്ട് തരുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാം, നമ്മുടെ ആരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കാം. പക്ഷെ അത് സംഭവിക്കാതിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഭവനത്തിനകത്ത് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ചുറ്റുപാട്, നമ്മൾ ഇടപെടുന്ന വ്യക്തികളോടൊക്കെയും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകൾ, സ്തോത്രം, ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവാം. നമ്മുടെ ഭാഗത്തായിരിക്കാം സത്യവും നീതിയും. എന്നാൽ പോലും നമ്മൾ തിരിച്ചു പറയുമ്പോൾ, തിരിച്ചിടപെടുമ്പോൾ, സ്തോത്രം, ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കിട്ടുന്ന സാഹചര്യത്തെ നഷ്ടമാക്കരുത്. നഷ്ടമാക്കരുത്. കാരണം അത് സ്വർഗത്തിന് ഏറ്റവും വിലയേറിയതാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് കർത്താവിനുള്ള ഒബീഡിയൻസ് ആണ്. നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പഠിക്കലാണ് സ്പിരിച്വൽ ഇമോഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതല്ല സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥ ആത്മീയത നാം കാണേണ്ടത് അവിടെയാണ്. സ്തോത്രം. ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ മിണ്ടാതിരിക്കേണ്ടി വരും, മൗനമായിരിക്കേണ്ടി വരും, അല്ലെ എക്സ്പ്രസ് ചെയ്യാതിരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം അവിടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് നമ്മൾ അതിനായിട്ട് സഹായിക്കട്ടെ. ഒരു വാക്യം കൂടി വായിക്കാനായിട്ട് താല്പര്യപ്പെടുക. സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അറിയുന്നുമില്ല, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. സ്തോത്രം.
ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല, മനുഷ്യന്റെ കോപം. എന്നാൽ ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ കോപം മാറ്റിവെച്ചിട്ട്, ഇവിടെ ആങ്കർ എന്നൊരു ഇമോഷൻ മാത്രം എടുത്തിട്ടാണ് ബൈബിൾ പറയുന്നത്. ഞാൻ സംസാരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച്. നമുക്ക് എല്ലാവരിലും ഉള്ളതാണ്, എല്ലാവരിലും ഉള്ളത്. സ്തോത്രം. ഇവൻ കുഞ്ഞുങ്ങളിൽ വരെയുണ്ട്. കാരണം നമ്മളെ കണ്ട അവരും പഠിക്കുന്നത്. സ്തോത്രം. അവരിലുമുണ്ട്, അത് എല്ലാവരിലുമുണ്ട്. ഇവൻ ജനിച്ചു വീഴുന്ന കുഞ്ഞു പോലും ഉണ്ട് ഈ ഒരു ഇമോഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സ്തോത്രം, ഹാലേലുയ, ഇത് നമ്മളിൽ ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ ഇറ്റ്സ് അവർ എഫേർട്ട്, നമ്മുടെ എഫേർട്ടാണ് അതിനെ എക്സ്പ്രസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. അതിനെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുവാൻ, അതിനെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹാലേലുയ. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുക മാത്രമല്ല, അതിനെ എഡിറ്റ് ചെയ്യുക, നമ്മുടെ ഇമ്പൾസിനെ എഡിറ്റ് ചെയ്ത് അതിനെ മറ്റുള്ളവരിലോട്ട് എത്തിക്കുവാൻ നല്ല രീതിയിൽ, ഹല്ലേലൂയ, ആ കർത്താവ് ചെയ്യുന്നത് പോലെ കർത്താവ് പ്രതികരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കഥാനുസരണം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹാലേലൂയ. ദിവസം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഹാലേലൂയ, എൻ്റെ സെൽഫ് എക്സ്പ്രഷനുകളിൽ നിന്ന് വിടുവിച്ച്, എൻ്റെ സെൽഫിനെ എവിടെയെല്ലാം ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ, ആ വ്യക്തിഗത മനുഷ്യനെ എവിടെയൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, അത് നല്ല എന്നെ വിടുവിച്ച് ക്രിസ്തുവിനെ എക്സ്പ്രസ് ചെയ്യുവാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഹാലേലൂയ. കാര്യം ഹാലേലൂയ, അത് തീർച്ചയായിട്ടും ജഡത്തിന്റെ ബലഹീനതയാണെന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഹാലേലൂയ യഥാർത്ഥമാകുന്ന ആ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ ഹാലേലൂയ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. തുടർന്നുള്ള സമയങ്ങൾ